ക്ലബിൻ്റെ വക അല്ലെങ്കിൽ എൻ്റെ പെരുന്നാൾ വക ഒരു 200 300 അതെവിടെ കൊടുക്കണമെന്നൊന്നും അറിയില്ല. എല്ലാവരും വന്ന് അവിടെ ഭക്ഷണം കൊടുക്കും. മനുഷ്യരല്ലേ, എല്ലാവരും ഒന്നിൽ കൂടുതൽ ഭക്ഷണം മേടിക്കും. നല്ലത് നോക്കും, അത് വലിച്ചെറിയും. അപ്പോൾ ഞാൻ ഒന്നും പറയാനുള്ളത്, നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു വിശപ്പുണ്ടോ, അല്ലെങ്കിൽ മുറിവുള്ളവരാണോ, അലഞ്ഞു നടക്കുന്നവരാണോ, അതൊന്ന് തിരിച്ചറിയണം. നമ്മൾ ഫേസ്ബുക്കിനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിമിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കരുത്. 16 വർഷങ്ങൾക്ക് ശേഷം ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. എനിക്ക് അപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് എന്തെങ്കിലും നമുക്ക് സമൂഹത്തിന് അല്ലെങ്കിൽ നന്മ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹം. ബോംബെയിൽ വെച്ചുള്ളൊരു ചെറിയൊരു ഇത് വന്നിരുന്നു. നമ്മുടെ സുഹൃത്ത്, ഒരു യേശുദാസ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, എൻ്റെ സുഹൃത്താണ്. അവൻ ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാണ്. ഞായറാഴ്ചകളിൽ മാത്രം ഭക്ഷണം കൊടുക്കുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാൾ. അവൻ ഒരു ബസ് കണ്ടക്ടറാണ്. അവൻ പറഞ്ഞു, ഞാൻ ഇത് നിർത്താണ്, ഇങ്ങനെ പറഞ്ഞു, നിർത്താണ്, നീ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നീ ചെയ്തിരുന്നു പറഞ്ഞ്. എനിക്ക് ആ സമയത്ത് എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് മുതലേ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അവനോട് ഞാൻ പറഞ്ഞു, ഞാനത് കൊണ്ട് നടന്നോളാം. അന്ന് അവർ 25 പൊതിയാണ് അവൻ നമ്മളെ കൊടുത്തിരുന്നത് ടൗണിൽ, തൃശ്ശൂർ 25 പൊതിയാണ്. അപ്പോൾ അവൻ പല വീടുകളിൽ നിന്നൊക്കെയാണ് കളക്ഷൻ ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാനും അവൻ്റെ കൂടെ 2 ആഴ്ച 3 ആഴ്ച അവൻ്റെ കൂടെ ഞാൻ കളക്ഷന് വേണ്ടിയിട്ട് ഞാൻ പോയിരുന്നു. പിന്നെ ഞാനത് ഒറ്റയ്ക്ക് ഏറ്റെടുത്തു കഴിഞ്ഞു. പിന്നീട് ഞാൻ തുടക്കം കുറിച്ചു. ആദ്യം 25 പൊതി നമ്മൾ തുടക്കം കുറിച്ചു. അത് ഞാൻ നോക്കുമ്പോൾ അതൊന്നും പോരാ. നമ്മുടെ ഭക്ഷണത്തിൽ 25 പൊതിയൊന്നുമല്ല നമ്മുടെ തൃശ്ശൂർ ഉള്ള നമുക്കറിയാം. അങ്ങനെ ഞാൻ എന്നെ അറിവുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞ്, എനിക്കെല്ലാം സാധിക്കില്ലേ, കാരണം അവരോടൊക്കെ എന്തൊക്കെ പറയണമെന്നൊന്നും എനിക്കറിയില്ല. ഓരോ സഹോദരന്മാരോടും ഓരോ വീടുകളിലും ഞാൻ പോയി, പൊതിച്ചോറ് നമുക്ക് തരാൻ സാധിക്കുകയാണെങ്കിൽ ഞാനത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, നല്ല വീടിൻ്റെ അടുത്തുള്ള വീടുകളിലുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ഭക്ഷണം തന്നു തുടങ്ങി. അത് പ്രതിഫലം ആഗ്രഹിക്കാതെ, ഒന്നുമില്ലാതെ, നമുക്ക് ഒരു നിർബന്ധം ചെയ്യാതെ നമുക്ക് ഒരുപാട് പേര് നമുക്ക് ഭക്ഷണം തന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ തുടക്കം കുറിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളോടൊരു കാര്യം പറയണത്, എൻ്റെ മുടി വെട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ മുടി വെട്ടിത്തരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എന്താ പറയുക, അത്രയും മോശമായിട്ടുള്ള രീതികളിൽ ഞാൻ ഒരുപാട് പേരെ കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ആലോചിച്ചു, നമുക്കത് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ മുടിവെട്ട് ഷാപ്പിൽ കൊണ്ടുപോകാം, ഞാൻ മുടിവെട്ടി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ, ഞങ്ങൾ അങ്ങോട്ട് കേട്ടില്ല, മുടിവെട്ടാനായിട്ട് ഞങ്ങൾ കേട്ടില്ല. ചിലപ്പോൾ അടിക്കും, കാരണം അവരുടെ കസാലകളും അല്ലെങ്കിൽ അവരുടേതായ മറ്റുള്ളവരത് മോശക്കേടായിട്ട് അവർക്ക് പറ്റും തോന്നി. അങ്ങനെ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിനോട്, ഗൾഫിലൊരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞൊരു ഡിമ്മർ വേണം. അപ്പോൾ അവൻ പറഞ്ഞു, സന്തോഷപൂർവ്വം അവൻ പറഞ്ഞു, ശരി, നീ അത് നിനക്ക് ഞാൻ അയച്ചു തരാം. അങ്ങനെ അവൻ ആദ്യമായിട്ട് എനിക്ക് അയച്ചു തന്നു. ഞാനത് ആദ്യമായിട്ട് നമ്മുടെ തൃശ്ശൂർ ടൗണിൽ ഞാൻ വെട്ടാണ്. എങ്ങനെ വെട്ടും എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അതൊരു ഒരാളായിരുന്നു. തൃശ്ശൂർ ടൗണിൽ തന്നെ ഞാൻ മുടിവെട്ട് തുടങ്ങിയപ്പോൾ കുറേ പേര് എന്നെ പരിഹസിച്ചു. എന്തൊക്കെയാണ് നിനക്ക്, അങ്ങനെ പ്രാന്താണോ, നിനക്ക് ഇവരൊക്കെ മുടിവെട്ടാനായിട്ട് പ്രാന്താണോ? അപ്പോൾ ഞാനതൊന്നും ആലോചിച്ചില്ല. അന്ന് നമ്മുടെ ഫാഷൻ ഫാബ്രിക്സിൻ്റെ ഉള്ളിൽ ഒരു രാജേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ, രണ്ട് കാഴ്ചയില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഞാൻ ക്ലീനിങ് തുടങ്ങി. അതെനിക്ക് തുടക്കം കുറിച്ചു. പിന്നീട് ഒരുപാട് പേര് പറഞ്ഞു, നീ അത് ആവശ്യമില്ല, ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞാലും ഞാനത് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഫുട്പാത്ത് കച്ചവടത്തിലെ വേദനിക്കുന്ന സംഭവം, അത് അങ്ങവരുടെ കാഴ്ചയില്ലാത്ത പൈസ അടക്കം അവർ എടുത്തുകൊണ്ടു. അവർ കാഴ്ചയില്ല, പക്ഷേ ആൾക്ക് എത്ര പൈസ കിട്ടിയെന്നൊക്കെ ആൾക്ക് എണ്ണി തിട്ടപ്പെടുത്താനൊക്കെ ആൾക്കറിയാം. ഒരു ദിവസം എന്നോട് പരാതി പറഞ്ഞു, കാരണം എനിക്ക് കിട്ടുന്ന പൈസ ഇവിടെയുള്ളവർ എടുത്തുകൊണ്ട് പോകണു. പിന്നെ അടുത്തുള്ളൊരു ബിവറേജിൽ പോയിട്ട് ഒരു മദ്യം കഴിക്കും. അത് സത്യമാണ്, ശരിക്കും മദ്യം കഴിക്കുക. അപ്പോൾ എൻ്റെ അടുത്തുള്ളവർ പറഞ്ഞു, ഈ കിട്ടുന്ന പൈസയൊക്കെ മദ്യം കഴിക്കുകയാണ്,
ഒരുപാട് വിഷമം എന്നോട് പറഞ്ഞു. അവിടെ ഫുട്പാത്തുള്ള ആൾ കുടിച്ച് ഭയങ്കരമായിട്ട് പ്രശ്നം നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ദിവസം ഒരു പ്രാവശ്യം ഞാൻ മുടി വെട്ടുമ്പോൾ ആളോട് ചോദിച്ചു, രാജേന്ദ്രേട്ടാ എന്താ എല്ലാവരും പറയണു കുടിച്ച് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കണം. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇരുട്ടിൽ ജീവിക്കുന്നൊരു മനുഷ്യനാണ്. 24 മണിക്കൂർ ഇരുട്ടാണ്. നിങ്ങൾക്ക് ഓണമുണ്ട്, വിഷുവുണ്ട്, ക്രിസ്മസ് ഉണ്ട്, തൃശ്ശൂർ പൂരം ഒക്കെ നിങ്ങൾ കാണുന്നു. എനിക്ക് ഇരുട്ട് മാത്രമേ ഉള്ളൂ. ആ ഇരുട്ടിൽ എനിക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ രാത്രി ഒരു ലേശം കഴിക്കും. അതാണ് ഇവർ പരാതി പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാകും. കാരണം നമ്മൾ ഇതെല്ലാം ഉണ്ടായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു കൂട്ടണേന്ന് തന്നെ നമ്മളൊരു മുഖംമൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലും നമ്മൾ ഓരോ സ്ഥലത്തും നമ്മളൊരു മുഖംമൂടിക്കാരനാണ്. ഞാനത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മാനസികമായിട്ട് വിഷമം. രാജേന്ദ്രേട്ടാ കഴിച്ചോ, കുഴപ്പമില്ല. ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ആൾ കഴിച്ചോട്ടെ, പ്രശ്നമില്ല. കാരണം ഒരു കാഴ്ചയില്ലാത്തൊരു മനുഷ്യനാണ്. ഒരുപാട് എന്ന് പറഞ്ഞാൽ നമുക്കത് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കേണ്ട ഒരു മനുഷ്യനാണ്. അതേമാതിരി തന്നെ ഒരു വാസേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരാൾ, ഇതേമാതിരി തന്നെ വീൽ ചെയറിലാണ് ആൾ നടക്കുക. ആളുടെ ഭാര്യയാണ് വീൽ ചെയറിൽ തള്ളി നടക്കുക. ആളുടെ കാല് മുറിവ്, ഭയങ്കരമായിട്ട് മുറിവുണ്ടായിട്ട് ഭയങ്കര വേദന പൊളയും. കാരണം ഭാര്യ വീൽ ചെയറിൽ നടന്നു കഴിഞ്ഞാൽ ആളുടെ വേദനയൊക്കെ പോകും. അപ്പോൾ ഞാൻ ചേച്ചി നടന്ന് എന്താ പറയുക, എനിക്ക് എവിടേക്കൊക്കെ ആ വാസേട്ടനെ കൊണ്ടുപോകാൻ പറ്റുകയാണെന്ന് വെച്ചാൽ വീൽ ചെയറിൽ തള്ളി കൊണ്ടുപോയി. ചേച്ചി എല്ലാ ഞായറാഴ്ചകളും മാത്രമേ എനിക്ക് ഇവരൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചേച്ചി പറയും, ഞാനിന്ന് ഷൊർണൂർ പോയി, ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി, വീൽ ചെയർ തള്ളി, കാലൊക്കെ ഭയങ്കരമായിട്ട് ഇതായിട്ട് വന്നിട്ട് പറയും. അപ്പോൾ ആൾ എന്നെ മാത്രമേ ഡ്രസ്സ് ചെയ്യാൻ വിളിക്കുള്ളൂ. കാരണം ഞാൻ തൊട്ട് കഴിഞ്ഞ ആൾക്ക് വേദന മാറുമെന്ന് പറഞ്ഞിട്ട് ഞാനത് ഡ്രസ്സ് ചെയ്യും ശരിക്ക്. അപ്പോൾ ഭക്ഷണം നന്നായി കഴിക്കും. ഷുഗറൊക്കെ ഉണ്ട് കൂടുതലായിട്ട്. എന്നാലും എൻ്റെ ഞായറാഴ്ചത്തെ ഭക്ഷണം, കാരണം നമ്മൾ ഓരോ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പുതിയ ഭക്ഷണം ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ശരിക്ക്. അത് നോണായിരിക്കാം, വെജ്, എന്തായാലും ഞാൻ തരണത് മേടിച്ചിരിക്കും. ചേച്ചിയെ മേടിച്ചിരിക്കും. അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾ പെട്ടെന്ന് മരണപ്പെട്ടു ശരിക്ക്. ചേച്ചിയുടെ കയ്യിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാനത് അറിയുന്നില്ല, പിന്നീടാണ് ഞാൻ അറിഞ്ഞ്. പിറ്റത്തെ ആഴ്ച ആൾ എന്നോട് പറഞ്ഞാൽ ഒരു ഭാണ്ഡക്കെട്ട് ചേച്ചി എന്നോട് തന്നു. അതുമാതിരി ഞാൻ ഒരു വീൽ ചെയർ ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീൽ ചെയർ എൻ്റെ കയ്യിൽ തന്നു. പറഞ്ഞു, വാസേട്ടൻ മരിച്ചു, ഞാൻ തന്നെ ചിത കൊളുത്തിയത്, ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. ഒരു ഭാണ്ഡക്കെട്ടും ആ വീൽ ചെയറും. എന്നോട് പറഞ്ഞ വാക്ക് എന്നിട്ടാണെന്ന് വെച്ചാൽ, നീ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ആർക്കെങ്കിലും നീ കൊടുക്കും. ഞാൻ എന്നിട്ട് ആ ഭാണ്ഡക്കെട്ട് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ചില്ലറ പൈസകളും എനിക്ക് 2000-ൻ്റെ മുകളിൽ നോട്ടുകളും എനിക്ക് തന്നു. ഇനി എനിക്ക് പൈസയൊന്നും വേണ്ട എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഞാൻ പോയി, ഞാൻ എവിടേക്കെങ്കിലും പൊക്കോളാം. ഞാൻ ചേച്ചീനെ കുറേ പ്രാവശ്യം നിർബന്ധിച്ചിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി പോകരുത്, ഞാൻ എവിടെ വേണമെങ്കിലും ആക്കാം. ചേച്ചി പറഞ്ഞു, വേണ്ട, ഇനി എനിക്ക് ആരുമില്ല, ഒന്നും വേണ്ട, എനിക്ക് വാസേട്ടനായിരുന്നു എൻ്റെ മുന്നിലുള്ള ഇത്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ആഴത്തിൽ ഇതടിച്ചിരുന്ന സമയം, എനിക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാകുന്ന ഒരു സമയമായിരുന്നു അത്. പിന്നെ ഒരുപാട് പേര് ഹോട്ടലിൽ ഭക്ഷണത്തിന് പോയാൽ തല്ലും, ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ പോലും കഴിയില്ല. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിഷമിക്കാൻ എന്ന് പറയാൻ, നമ്മുടെ ജീവിതത്തിൽ അത്രയും വേദനിക്കുന്ന ഓരോരുത്തരുടെയും എല്ലാ ഞായറാഴ്ചകളും നമ്മൾ പോകുമ്പോൾ ഓരോരുത്തരുടെ വിഷമങ്ങൾ നമ്മളോട് പറയും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ, എൻ്റെ ജോലി വെൽഡിംഗ് ആണ്, ഒരു പരിധികളൊക്കെ ഉണ്ട്, ബാലൻസ് ഒന്നും എൻ്റെ ഇല്ല. പക്ഷെ എന്നാലും ആരെങ്കിലും എൻ്റെ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ തന്നാൽ ഞാൻ അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ 200 പൊതിച്ചോറാണ് നമ്മൾ കൊടുക്കുന്നത്. ഓരോ വീടുകളിൽ നിന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഗൗരി ചേച്ചി, പിന്നെ ഒരുപാട് പേര്, ഗോപി ഹോട്ടല്, അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ഇതിനു വേണ്ടി നല്ലൊരു സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. ഗോപി ഹോട്ടലിൽ നിന്ന് നമ്മൾ സ്പോൺസർ ചെയ്തിട്ട് ഗൗരി ചേച്ചി പറഞ്ഞിട്ട് തന്നെ 65 പൊതി നമുക്ക് ഭക്ഷണം ഉണ്ട് അവിടെ നിന്ന് തന്നെ. നമ്മൾ 200 പൊതി നമുക്ക് മാക്സിമം നമ്മുടെ വണ്ടിയിൽ അത്രമാത്രം 20 സഞ്ചി വെച്ച് ഞാൻ പോകുന്നു അവർക്ക് വേണ്ടിയുള്ള ഡ്രസ്സുകൾ. അതിൻ്റെ ഇടയിൽ നമുക്ക് മാനസികമായിട്ട് പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ കൊണ്ടുവരുമ്പോൾ പോലീസ് ജീപ്പ് നമ്മളെ ഒന്ന് ലോക്ക് ചെയ്തു. എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ പോലീസ് വന്നു സഞ്ചികളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണു, എന്താണ് നമുക്ക് അറിഞ്ഞില്ല.
നമ്മളാകെ ഷോക്കായി. എന്താണ് നമുക്ക് പ്രശ്നം ഉണ്ടായേ, എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചപ്പോൾ ഞാൻ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളെന്താ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നില്ല, വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് ഭക്ഷണം മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വയസ്സായ ആൾക്കാർക്കും അങ്ങനെ നടക്കാൻ പറ്റാത്തവർക്കും വേണ്ടി. അല്ല, നിങ്ങൾക്ക് ആരോ പറഞ്ഞു നിങ്ങൾ ഇവിടെ കഞ്ചാവോ അല്ലെങ്കിൽ എന്തൊരു നിങ്ങൾ പൊതിച്ചോറിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, ആ ഒരു ഇൻഫർമേഷൻ തന്നു പറഞ്ഞു. ഞാൻ മാനസികമായിട്ട് വിഷമമായി. അവർ ഈ എന്താ പറയുക, ഒരു ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ സഞ്ചികളും ചെക്ക് ചെയ്യുക, വന്ന് നമ്മളെ എന്താ ഉണ്ടായെന്നുള്ളത് എനിക്കറിയുന്നില്ല. എനിക്ക് ഒരിക്കലും ഞാൻ എന്താ പറയുക, ഒരിക്കലും ഉണ്ടാവാത്ത ഒരു സംഭവമായി അങ്ങനെ പോയി. ഇതേമാതിരി തന്നെ ഞാൻ ഭക്ഷണം കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ സ്ഥലം ഒന്നും പറയുന്നില്ല, ചാവി എടുത്തു, ഇവിടെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല, നീ ഇനി മേലാക്കാൻ ഭക്ഷണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എൻ്റെ മാനസികമായിട്ട് നമുക്ക് അപ്പോൾ ആൾ പറഞ്ഞാൽ ഇവിടെ വേസ്റ്റ് ഇടുന്നു, നിങ്ങളത് ഒരിക്കലും ഇവിടെ കൊടുക്കരുത്, ഭക്ഷണം കൊടുക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭക്ഷണം കൊടുക്കരുതെന്ന് നിങ്ങൾ പറയാനായിട്ട് സാധിക്കില്ല, കാരണം എൻ്റെ ജീവനോടത്തോളം ഞാൻ ഭക്ഷണം കൊടുക്കും. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഏരിയയിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. അപ്പോൾ അന്ന് കൊടുത്തിരുന്ന കുറച്ച് പേര് ആ സാറിനോട് പറഞ്ഞു, ഈ മാർക്കറ്റിൽ കിടക്കുന്ന വേസ്റ്റ് ആരാണ് കൊണ്ടിടുന്നത്? ഞങ്ങളാണോ കൊണ്ടിടുന്നത്? ഈ പൊതിച്ചോറിൻ്റെ വേസ്റ്റ് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അവർ തട്ടിക്കയറി കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഭയങ്കര വിഷമമായി. ഞാൻ ആ സാറോട് പറഞ്ഞു വെച്ചാൽ, ഞാൻ തെരുവിൽ അവരെ ക്ലീൻ ചെയ്യുന്നു, മുടി വെട്ടുന്നു, ഈ ഭക്ഷണം എടുക്കാനായിട്ട് ഞാൻ എടുത്തോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഈ വേസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്യാൻ എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാനത് ചെയ്തിരിക്കാം, എനിക്കൊരു ഒരു ഒരു വിഷമവുമില്ല. അവർക്കത് വേണ്ട, ഞാൻ ഭക്ഷണം കൊടുക്കൽ നിർത്തണം. അവരൊക്കെ നെഗറ്റീവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വേസ്റ്റ് കുപ്പത്തൊട്ടിയിൽ നിന്ന് പോലും ഭക്ഷണം വലിച്ചെടുക്കുന്നത് എൻ്റെ ലൈവ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് മാത്രം ചിന്തിക്കരുത്. ഞാൻ പറയുന്നത് വെച്ചാൽ, ഒരുപാട് പേര് എൻ്റെ ക്ലബിൻ്റെ വക അല്ലെങ്കിൽ എൻ്റെ പെരുന്നാൾ വക ഒരു 200 300 അതെവിടെ കൊടുക്കണമെന്നൊന്നും അറിയില്ല, എല്ലാവരും വന്ന് അവിടെ ഭക്ഷണം കൊടുക്കും. അത് ഒന്നിൽ കൂടുതൽ ഭക്ഷണം, മനുഷ്യരല്ലേ, എല്ലാവരും ഒന്നിൽ കൂടുതൽ ഭക്ഷണം മേടിക്കും, നല്ലത് നോക്കും, അത് വലിച്ചെറിയും. അത് ഒരു നെഗറ്റീവ് പോയിൻ്റ് കണ്ട് നമ്മളെ എല്ലാവരും വിഷമിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും പറയാനുള്ളത്, നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു വിശപ്പുണ്ടോ, അല്ലെങ്കിൽ മുറിവുള്ളവരാണോ, അലഞ്ഞു നടക്കുന്നവരാണോ, അതൊന്ന് തിരിച്ചറിയണം. നമ്മൾ ഫേസ്ബുക്കിനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിമിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കരുത്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഭക്ഷണത്തിന് മൂല്യം ഇല്ലാണ്ടാവില്ല, അതൊരു നെഗറ്റീവായി തീരും. അതുകൊണ്ട് ഒരു അപേക്ഷയുണ്ട്, അതും കൂടി ഒരു അപേക്ഷയുണ്ട്.